ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 പുതിയ പാഠപുസ്തകമാണ്. യൂണിറ്റ് 3 ദ ട്രയൽ ഓഫ് സയൻസ് ആണ്. ട്രയൽ ഓഫ് സയൻസിലെ ടോക്കിംഗ് ഓഫ് സയൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ലെറ്റസ്റ്റ് റിവൈൻഡിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലെറ്റസ്റ്റ് റിവൈൻഡ് എന്നുള്ള ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റസ്റ്റ് റിവൈൻഡ് നമുക്ക് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് റിവൈൻഡിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബുക്സ് റിമൈൻ എ സോഴ്സ് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ അൺലൈക്ക് മോസ്റ്റ് ഓഫ് വാട്ട് വി ഗെറ്റ് ഓൺലൈൻ. ഡു യു എഗ്രി? ഗീവ് റീസൺസ്. ഓക്കെ, അപ്പോൾ ബുക്സ് ആണ് ഇപ്പോഴും ഒരു റിലയബിൾ ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് ഉള്ളത് അല്ലേ. നമുക്ക് ഓൺലൈനിലെല്ലാം ലഭിക്കുമെങ്കിലും ബുക്സ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നു. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ റീസൺ എന്നാണ്. അപ്പോൾ ഞാൻ ഇതിനോട് യോജിക്കുന്നുണ്ട്. നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ യെസ് പറഞ്ഞിട്ട് കൊടുത്തു. യെസ്, ഐ എഗ്രി ദാറ്റ്. യെസ് കണ്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇടാം കേട്ടോ. I agree that books often remain is a source of more reliable information than much of what is found online. Books ensures more accuracy, factual correctness and adherence to scholarly standards. While online sources offer a vast amount of information, they can vary widely in quality and reliability. Next question. How does asking questions help in developing our understanding? ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ്. ആൻസർ: ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഈസ് ഫണ്ടമെൻ്റൽ ടു ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ലേണിംഗ്. ഇറ്റ് അലൗസ് us to identify gaps in our knowledge, seek clarification and deeper insights, challenge assumptions and explore different perspectives, engage actively with the subject matter, leading to a more profound and lasting understanding. Next question. Why does Dr. Ajit Parameswaran says that anyone can become a scientist? ആർക്ക് വേണമെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് ആവാമെന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? Answer: Dr. Ajit Parameswaran says that anyone can become a scientist, but not everyone might become a great scientist, because he believes that passion, hard work and following one's interest are the key ingredients, and these qualities are not limited to a selected few. The path to becoming a scientist is open to anyone who is willing to dedicate themselves to their interest and work diligently. നാലാമത്തെ ആൻസർ: വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ ആർ ദി എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സയൻറ്റിസ്റ്റ്? മെൻഷൻ എനി ടു. ഒരു ഗുഡ് സയൻറ്റിസ്റ്റിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? 2 എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 2 essential qualities of a good scientist are mastery of research techniques and the ability to critically evaluate evidence. 5. Do you now agree that science is entirely different from mere opinion? Why? സയൻസും ഒപ്പീനിയനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, science is distinct from mere opinion because it relies on evidence, systematic observation, experimentation and logical reasoning to establish facts and theories. Opinions, on the other hand, are subjective beliefs or judgments that may not be supported by evidence and can vary from person to person. Science aims for objective understanding and results, while understanding and results. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. While opinions are often personal and unsubstantiated. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 5 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം ആവശ്യമുള്ളവർക്ക്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഫുള്ളായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.